അധ്യായം 29. പിന്നെ യാക്കോബ് പ്രയാണം ചെയ്തു കിഴക്കരുടെ ദേശത്തെത്തി. അവൻ വെളിമ്പ്രദേശത്തൊരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എന്നാൽ കിണറ്റിൻ്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു. ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിൻ്റെ വായ്ക്കൽ അതിൻ്റെ സ്ഥലത്ത് തന്നെ തിരികെ വെക്കുകയും ചെയ്യും. യാക്കോബ് അവരോട്, സഹോദരന്മാരെ, നിങ്ങൾ എവിടുത്തുകാർ എന്ന് ചോദിച്ചതിന്, ഞങ്ങൾ ഹാരാനെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ നാഹോറിൻ്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന്, അറിയുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. സുഖം തന്നെ, അവൻ്റെ മകൾ റാഹേലത ആടുകളോടുകൂടി വരുന്നുവെന്ന് അവർ അവനോട് പറഞ്ഞു. പകൽ ഇനിയും വളരെ ഉണ്ടല്ലോ, കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവനെന്ന് അവൻ പറഞ്ഞതിനവർ, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ. അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തൻ്റെ അപ്പൻ്റെ ആടുകളോടുകൂടെ വന്നു. അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തേന്ന് കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. യാക്കോബ് റാഹേലിനെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു. താൻ അവളുടെ അപ്പൻ്റെ സഹോദരനെന്നും റിബേക്കായുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് തൻ്റെ അപ്പനെ അറിയിച്ചു. ലാബാൻ തൻ്റെ സഹോദരിയുടെ മകനായ യാക്കോബിൻ്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ചു. വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു. ലാബാൻ അവനോട്, നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെയെന്ന് പറഞ്ഞു. അവനൊരു മാസക്കാലം അവനിടക്കൽ പാർത്തു. പിന്നെ ലാബാൻ യാക്കോബിനോട്, നീ എൻ്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ? നിനക്കെന്ത് പ്രതിഫലം വേണം? എന്നോട് പറക എന്ന് പറഞ്ഞു. എന്നാൽ ലാബാന് 2 പുത്രിമാർ ഉണ്ടായിരുന്നു. മൂത്തവൾക്ക് ലയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ലയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. റാഹേലോ സുന്ദരിയും മനോഹര രൂപണിയുമായിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത്, എന്നോടുകൂടെ പാർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവൻ അല്പകാലം പോലെ തോന്നി. അനന്തരം യാക്കോബ് ലാബാനോട്, എന്നെ സമയം തികഞ്ഞിരിക്കാൽ ഞാൻ എൻ്റെ ഭാര്യ അടുക്കൽ ചെല്ലുവാൻ അവളെ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെല്ലാം ഒന്നിച്ചുകൂട്ടി ഒരു വിരുന്ന് കഴിച്ചു. എന്നാൽ രാത്രിയിൽ അവൻ തൻ്റെ മകൾ ലേയായെ കൂട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി. അവൻ അവളുടെ അടുക്കൽ ചെന്നു. ലാബാൻ തൻ്റെ മകൾ ലേയായ്ക്ക് തൻ്റെ ദാസി സിൽപ്പായ ദാസിയെ കൊടുത്തു. നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്ത് എന്ത്? റാഹേലിന് വേണ്ടിയല്ലോ ഞാൻ നിന്നെ സേവിച്ചത്, നീ എന്തിനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, മൂത്തവൾക്ക് മുമ്പേ ഇളയവളെ കൊടുക്കുക ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല. ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കുക. എന്നാൽ നീ ഇനിയും 7 സംവത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു. യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു. അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു. അവൻ തൻ്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയെ കൊടുത്തു. തൻ്റെ മകൾ റാഹേലിന് ലാബാൻ തൻ്റെ ദാസി ബിൽഹായ് ദാസിയെ കൊടുത്തു. അവൻ റാഹേലിൻ്റെ അടുക്കലും ചെന്നു. റാഹേലിനെ ലയായേക്കാൾ അധികം സ്നേഹിച്ചു. പിന്നെയും 7 സംവത്സരം അവനടുക്കൽ സേവ ചെയ്തു. ലയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തിൽ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ടു. ഇപ്പോൾ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന് രൂപേൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമിയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവിനോട് പറ്റിച്ചേരും. ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം തന്നു. അധ്യായം 30. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു. തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോബിനോട്, എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാനെന്ന് പറഞ്ഞു. അതിനവൾ, എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളുടെ അടുക്കൽ ചെല്ലുക, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്ക് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹായെ അവന് ഭാര്യയെ കൊടുത്തു. യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു. ബിൽഹ ഗർഭം ധരിച്ചു യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി, എൻ്റെ അപേക്ഷ കേട്ട് എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു. റാഹേലിൻ്റെ ദാസി ബിൽഹ പിന്നെ ഗർഭം ധരിച്ചു യാക്കോബിന് 2ാമതൊരു മകനെ പ്രസവിച്ചു.
ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുതി ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. തനിക്ക് പ്രസവം നിന്നുപോയെന്ന് ലെയ കണ്ടാറേ തൻ്റെ ദാസി സിൽപ്പായെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയെ കൊടുത്തു. ലെയായുടെ ദാസി സിൽപ്പ യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലെയ ഭാഗ്യമെന്ന് പറഞ്ഞ് അവന് ഗാദെന്ന് പേരിട്ടു. ലെയായുടെ ദാസി സിൽപ്പ യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയുമെന്ന് ലെയ പറഞ്ഞു. അവൻ ആശേർ എന്ന് പേരിട്ടു. കോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂപേൻ പുറപ്പെട്ട് വയലിൽ ദൂതായ്പഴം കണ്ടു. തൻ്റെ അമ്മയായ ലെയയുടെ അടുക്കൽ കൊണ്ടുവന്നു. റാഹേൽ ലെയയോട്, നിന്റെ മകൻ്റെ ദൂതായ്പഴം കുറെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവൾ അവളോട്, നീ എൻ്റെ ഭർത്താവിനെടുത്തത് പോരെയോ? എൻ്റെ മകൻ്റെ ദൂതായ്പഴവും കൂടെ വേണമോ എന്ന് പറഞ്ഞതിന് റാഹേൽ, ആകട്ടെ, നിന്റെ മകൻ്റെ ദൂതായ്പഴത്തിന് വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശയിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലെയ അവനെ എതിരേറ്റ് ചെന്നു. നീ എൻ്റെ അടുക്കൽ വരേണം, എൻ്റെ മകൻ്റെ ദൂതായ്പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് രാത്രി അവൻ അവളോടുകൂടെ ശയിച്ചു. ദൈവം ലെയയുടെ അപേക്ഷ കേട്ടു. അവൾ ഗർഭം ധരിച്ചു. യാക്കോബിന് അഞ്ചാമതൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലെയ, ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസാക്കാർ എന്ന് പേരിട്ടു. ലെയ പിന്നെ ഗർഭം ധരിച്ചു. യാക്കോബിന് ആറാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്കൊരു നല്ല ദാനം തന്നിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും. ഞാൻ അവൻ 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലെയ പറഞ്ഞ് അവന് സെബൂലൂൻ എന്ന് പേരിട്ടു. അതിനുശേഷം അവളൊരു മകളെ പ്രസവിച്ച് അവൾക്ക് ദീന എന്ന് പേരിട്ടു. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എന്നെ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസേഫ് എന്ന് പേരിട്ടു. റാഹേൽ യോസേഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം. ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരയണം. ഞാൻ പോകട്ടെ. ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലാബാൻ അവനോട്, നിനക്കെന്നോട് ദയയുണ്ടെങ്കിൽ പോകരുതേ. നിന്റെ നിമിത്തം യഹോവയെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക, ഞാൻ തരാമെന്ന് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിന്റെ ആട്ടിൻകൂട്ടം എൻ്റെ പക്കൽ എങ്ങനെയിരുന്നു എന്നും നീ അറിയുന്നു. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുമെന്നും പറഞ്ഞു. ഞാൻ നിനക്ക് എന്ത് തരണമെന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് പറഞ്ഞത്, നീ ഒന്നും തരേണ്ട. ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിന്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേച്ച് പാലിക്കാം. ഞാനെന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറവുമുള്ള ആടുകളെയൊക്കെയും ചെമ്മരി ആടുകൾ കറുത്തതിനെയൊക്കെയും കോലാടുകൾ പുള്ളിയും മറവും ഉള്ളതിനെയും വേർതിരിക്കാം. അത് എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ. നാളെ ഒരിക്കൽ എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എൻ്റെ നീതി തെളിവായിരിക്കും. കോലാടുകൾ പുള്ളിയും മറവും ഇല്ലാത്തതും ചെമ്മരി ആടുകൾ കറുത്ത നിറമില്ലാത്തതുമെല്ലാം മോഷ്ടിച്ചതായ എണ്ണം. അതിന് ലാബാൻ, നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവൻ വരയും മറവുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറവുമുള്ള പെൺ കോലാടുകളെയൊക്കെയും വെണ്മയുള്ളതിനെയൊക്കെയും ചെമ്മരി ആടുകൾ കറുത്ത നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവൻ്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ 3 ദിവസത്തെ വഴിയകലം വെച്ചു. ലാബാന്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞൽ വൃക്ഷത്തിൻ്റെയും പച്ചക്കൊമ്പുകൾ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ള വരയെ തോലൊരിച്ചു. ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകർന്ന തൊട്ടികളിലും ആടുകളുടെ മുൻപിൽ വെച്ചു. അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു. ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റു. വരയും പുള്ളിയും മറവുമുള്ള കുട്ടികളെ പെറ്റു. ആ ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് വേർതിരിച്ച് ആടുകളെ ലാബാന്റെ ആടുകളിൽ വരയും മറവുമുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിർത്തി. തൻ്റെ സ്വന്തം കൂട്ടങ്ങളെ ലാബാന്റെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി. ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേൽക്കേണ്ടതിന് യാക്കോബ് കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കണ്ണിന് മുമ്പിൽ വെച്ചു. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. അവൻ മഹാസമ്പന്നനായി. അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. അധ്യായം 31. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പൻ്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറേ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം. ഞാൻ നിന്നോടുകൂടി ഇരിക്കുമെന്ന് അരുളി ചെയ്തു. യാക്കോബ് ആളെ അയച്ചു. റാഹേലിനെയും ലെയായെയും വയലിൽ തന്നെ ആട്ടിൻകൂട്ടത്തിനടുക്കൽ വിളിപ്പിച്ചു. അവരോട് പറഞ്ഞത്,
നിങ്ങളുടെ അപ്പൻ്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു. എങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അപ്പനെ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ അപ്പനും എന്നെ ചതിച്ച് എൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി. എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. പുള്ളിയുള്ളവ നിന്റെ പ്രതിഫലം ആയിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞുവെങ്കിൽ കൂട്ടമൊക്കെയും പുള്ളിയുള്ള കുട്ടികളെ പെറ്റും. വരയുള്ളവ നിന്റെ പ്രതിഫലം ആയിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞുവെങ്കിൽ കൂട്ടമൊക്കെയും വരയുള്ള കുട്ടികളെ പെറ്റും. ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ആട്ടിൻകൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറവുമുള്ളവ എന്ന് കണ്ടു. ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തലപൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറുവും ഉള്ളവയല്ലോ. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേതലിൻ്റെ ദൈവമാകുന്നു ഞാൻ. ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകാമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. റാഹേലും ലേയായും അവനോട് ഉത്തരം പറഞ്ഞത്, അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്കിനി ഓഹരിയും അവകാശമുണ്ടോ? അവൻ ഞങ്ങളെ അന്യരായിട്ടല്ലയോ വിചാരിക്കുന്നത്? ഞങ്ങളെ വിറ്റു വിലയുമെല്ലാം തിന്നു കളഞ്ഞുവല്ലോ. ദൈവം ഞങ്ങളുടെ അപ്പൻ്റെ പക്കൽ നിന്ന് എടുത്തു കളഞ്ഞ സമ്പത്തൊക്കെയും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ. ആകയാൽ ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു കൊള്ളുക. അങ്ങനെ യാക്കോബ് എഴുന്നേറ്റ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി. തൻ്റെ കന്നുകാലികളൊക്കെയും താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും താൻ പതിനരാമിൽ സമ്പാദിച്ച മൃഗസമ്പത്തൊക്കെയും ചേർത്തുകൊണ്ട് കനാൻ ദേശത്ത് തൻ്റെ അപ്പനായ ഇസാക്കിനടുക്കൽ പോകുവാൻ പുറപ്പെട്ടു. ലാബാൻ തൻ്റെ ആടുകളെ രോമം കത്തിരിപ്പാൻ പോയിരുന്നു. റാഹേൽ തൻ്റെ അപ്പനുള്ള വിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. താൻ ഓടിപ്പോകുന്ന യാക്കോബ് അരാമനായ ലാബാനോട് അറിയിക്കാകിയാൽ അവനെ തോൽപ്പിച്ചായിരുന്നു പോയത്. ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി. അവൻ പുറപ്പെട്ടു നദി കടന്നു ഗിലെയാദ് പർവ്വതത്തിന് നേരെ തിരിഞ്ഞു. യാക്കോബ് ഓടിപ്പോയെന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമനായ ലാബാനടുക്കൽ വന്ന അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. ലാബാൻ യാക്കോബിനോടൊപ്പം എത്തി. യാക്കോബ് പർവ്വതത്തിൽ കൂടാരമടിച്ചിരുന്നു. ലാബാനും തൻ്റെ സഹോദരന്മാരുമായി ഗിലെയാദ് പർവ്വതത്തിൽ കൂടാരമടിച്ചു. ലാബാൻ യാക്കോബിനോട് പറഞ്ഞത്, നീ എന്നെ ഒളിച്ചുപോയി കളയുകയും എൻ്റെ പുത്രന്മാരെ വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോവുകയും ചെയ്ത് എന്ത്? നീ എന്നെ തോൽപ്പിച്ചു രഹസ്യമായിട്ട് ഓടിപ്പോവുകയും ഞാൻ സന്തോഷത്തോടും സംഗീതത്തോടും മുറിച്ചത്തോടും വീണയോടും കൂടെ ഇതിനെ അയപ്പാൻ തക്കവണ്ണം എന്നെ അറിയിക്കാതിരിക്കുകയും എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിപ്പാൻ എനിക്ക് ഇടതരാതിരിക്കുകയും ചെയ്ത് എന്ത്? ഭോഷത്വമാകുന്നു നീ ചെയ്തത്. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകട്ടെ, നിന്റെ പിതൃഭവനത്തിനായുള്ള അതിവാഞ്ചയാൽ നീ പുറപ്പെട്ടു പോന്നു. എന്നാൽ എൻ്റെ ദേവന്മാരെ മോഷ്ടിച്ചത് എന്തിന്? യാക്കോബ് ലാബാനോട്, പക്ഷെ നിന്റെ പുത്രന്മാരെ നീ എൻ്റെ പക്കൽ നിന്ന് അപഹരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോട്ടിരിക്കരുത്. എൻ്റെ പക്കൽ നിന്റെ വക വല്ലതും ഉണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർക്കാണെങ്കിൽ നോക്കിയെടുക്കാമെന്ന് ഉത്തരം പറഞ്ഞു. റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. അങ്ങനെ ലാബാൻ യാക്കോബിൻ്റെ കൂടാരത്തിലും ലേയായുടെ കൂടാരത്തിലും 2 ദാസിമാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കി. ഒന്നും കണ്ടില്ല താനും. അവൻ ലേയായുടെ കൂടാരത്തിൽ നിന്നിറങ്ങി റാഹേലിൻ്റെ കൂടാരത്തിൽ ചെന്നു. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ട് അതിന്മേലിരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി കണ്ടില്ല താനും. അവൾ അപ്പനോട്, യജമാനൻ കോപിക്കരുതേ, നിന്റെ മുൻപാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല. സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ശോധന കഴിച്ചു. ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ല താനും. അപ്പോൾ യാക്കോബിന് കോപം ജ്വലിച്ചു. അവൻ ലാബാനോട് വാദിച്ചു. യാക്കോബ് ലാബാനോട് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ കുറ്റമെന്ത്? നീ ഇത്ര ഉഗ്രതയോടെ എൻ്റെ പിന്നാലെ ഓടി വരേണ്ടതിന് എൻ്റെ തെറ്റെന്ത്? നീ എൻ്റെ സാമാനമൊക്കെയും ശോധന കഴിച്ചുവല്ലോ. നിന്റെ വീട്ടിലെ സാമാനം വല്ലതും കണ്ടു? എൻ്റെ സഹോദരന്മാർക്കും നിന്റെ സഹോദരന്മാർക്കും മുൻപാകെ ഇവിടെ വയ്ക്കുക. അവർ നമുക്ക് ഇരുവർക്കും മതി വിധിക്കട്ടെ. ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു. നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചരനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കയറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാനതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രന്മാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ടു. കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു.
ലാബാൻ യാക്കോബിനോട്, പുത്രിമാർ എൻ്റെ പുത്രിമാർ, മക്കൾ എൻ്റെ മക്കൾ, ആട്ടിൻകൂട്ടം എൻ്റെ ആട്ടിൻകൂട്ടം, നീ കാണുന്നതൊക്കെയും എനിക്കുള്ളത് തന്നെ. ഈ എൻ്റെ പുത്രിമാരോടോ അവർ പ്രസവിച്ച മക്കളോടോ ഞാനിന്ന് എന്തു ചെയ്യും? ആകയാൽ വരിക, ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക, അത് എനിക്ക് നിനക്ക് മധ്യേ സാക്ഷിയായിരിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്തു തൂണായി നിർത്തി. കല്ലുകൂട്ടുവിനെന്ന് യാക്കോബ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരമുണ്ടാക്കി. കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിന് യഗർ സാഹദൂത, സാക്ഷ്യത്തിൻ്റെ കൂമ്പാരമെന്ന് പേരിട്ടു. യാക്കോബ് അതിന് ഗലേത്, സാക്ഷ്യത്തിൻ്റെ കൂമ്പാരമെന്ന് പേരിട്ടു. ഈ കൂമ്പാരമെന്ന് എനിക്ക് നിനക്ക് മധ്യേ സാക്ഷിയെന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് ഗലേത് എന്നും മിസ്പ, കാവൽമാടമെന്നും പേരായി. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്ക് നടുവേ കാവലായിരിക്കട്ടെ. നീ എൻ്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എൻ്റെ പുത്രിമാരെ അല്ലാതെ വേറെ സ്ത്രീകളെ പരിഗ്രഹിക്കുകയോ ചെയ്യുമെങ്കിൽ നമ്മോടുകൂടി ആരുമില്ല. നോക്കുക, ദൈവം തന്നെ എനിക്ക് നിനക്ക് മധ്യേ സാക്ഷിയെന്ന് അവൻ പറഞ്ഞു. ലാബാൻ പിന്നെയും യാക്കോബിനോട്, ഇതായി കൂമ്പാരം, ഇതാ എനിക്ക് നിനക്ക് മതി നിർത്തിയ തൂൺ. ദോഷത്തിനായി ഞാൻ ഈ കൂമ്പാരം കടന്ന് നിന്റെ അടുക്കൽ വരാതെയും നീ ഈ കൂമ്പാരവും ഈ തൂണും കടന്ന് എൻ്റെ അടുക്കൽ വരാതെയും ഇരിക്കേണ്ടതിന് ഈ കൂമ്പാരവും സാക്ഷി, ഈ തൂണും സാക്ഷി. അബ്രഹാമിൻ്റെ ദൈവവും നാഹോറിൻ്റെ ദൈവവും അവരുടെ പിതാവിൻ്റെ ദൈവവുമായവൻ നമുക്ക് മധ്യേ വിധിക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ പിതാവായ ഇസാക്കിൻ്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. പിന്നെ യാക്കോബ് പർവ്വതത്തിൽ യാഗമർപ്പിച്ചു. ഭക്ഷണം കഴിപ്പാൻ തൻ്റെ സഹോദരന്മാരെ വിളിച്ചു. അവർ ഭക്ഷണം കഴിച്ചു. പർവ്വതത്തിൽ രാപ്പാർത്തു. ലാബാൻ അധികാലത്ത് എഴുന്നേറ്റ് തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അധ്യായം 32. യാക്കോബ് തൻ്റെ വഴിക്ക് പോയി. ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനീയമെന്ന് പേരിട്ടു. അനന്തരം യാക്കോബ് ഏദോം നാടായ സേർ ദേശത്ത് തൻ്റെ സഹോദരനായ ഏശാവിനടുക്കൽ തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അവരോട് കൽപ്പിച്ചു എന്തെന്നാൽ, എൻ്റെ യജമാന ഏശാവിനോട് ഇങ്ങനെ പറവേൻ, നിന്റെ അടിയാൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാനടുക്കൽ പരദേശിയായി പാർത്ത് ഇന്ന് വരെ അവിടെ താമസിച്ചു. എനിക്ക് കാളയും കഴുതയും ആടും ദാസിദാസന്മാരുമുണ്ട്. നിനക്കെന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനെ അറിയിപ്പാൻ ആളെ അയക്കുന്നത്. ദൂതന്മാർ യാക്കോബിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ പോയി വന്നു. അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു, ഭയവശനായി. തന്നോടുകൂടി ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിന് നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. അന്ന് രാത്രി അവൻ അവിടെ പാർത്തു. തൻ്റെ പക്കലുള്ളതിൽ തൻ്റെ സഹോദരനായ ഏശാവിന് സമ്മാനമായിട്ട് 200 കോലാട്ടിനെയും 20 കോലാട്ട് കൊറ്റിനെയും 200 ചെമ്മരിയാട്ടിനെയും 20 ചെമ്മരിയാട്ട് കൊറ്റിനെയും കറവള 30 ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും 40 പശുവിനെയും 10 കാളയും 20 പെൺകഴുതയും 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ചു. തൻ്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകമായി ഏൽപ്പിച്ചു. തൻ്റെ ദാസന്മാരോട്, നിങ്ങൾ എനിക്ക് മുൻപായി കടന്നുപോയി അതത് കൂട്ടത്തിന് മധ്യേ ഇടയിടുവിനെന്ന് പറഞ്ഞു. ഒന്നാമത് പോകുന്നവനോട് അവൻ, എൻ്റെ സഹോദരനായ ഏശാവ് നിന്നെ കണ്ട്, നീ ആരുടെ ആൾ ഇവിടെ പോകുന്നു? നിന്റെ മുൻപിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ, നിന്റെ അടിയാൻ യാക്കോബിൻ്റെ വക ആകുന്നു. ഇത് യജമാനായ ഏശാവിന് അയച്ചിരിക്കുന്ന സമ്മാനം. അതാ അവനും പിന്നാലെ വരുന്നുവെന്ന് നീ പറയണമെന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവനോടും മൂന്നാമത്തവരോടും കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാവരോടും നിങ്ങൾ ഏശാവിനെ കാണുമ്പോൾ ഇപ്രകാരം അവനോട് പറവേൻ, അതാ നിന്റെ അടിയാൻ യാക്കോബ് പിന്നാലെ വരുന്നു എന്നും പറവീനെന്ന് അവൻ കൽപ്പിച്ചു. എനിക്ക് മുൻപായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവൻ്റെ മുഖം കണ്ടുകൊള്ളാം. പക്ഷേ അവന് എന്നോട് ദയ തോന്നുമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മാനം അവൻ്റെ മുൻപായി പോയി. അവനോ അന്ന് രാത്രി കൂട്ടത്തോടുകൂടെ പാർത്തു. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം മുളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു.
യാക്കോബ് അവനോട്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എൻ്റെ പേർ ചോദിക്കുന്ന എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി അടന്നു. അവൻ യാക്കോബിൻ്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. അധ്യായം 33. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി. ഏശാവ് മാനോടുകൂടെ 400 ആളും വരുന്നത് കണ്ടു. തൻ്റെ മക്കളെ ലേയായുടെ അടുക്കലും റാഹേലിൻ്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ച് നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയായെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസേഫിനെയും ഒടുക്കമായും നിർത്തി. അവൻ അവർക്ക് മുൻപായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്ത് ചെന്നു. ഏശാവ് ഓടിവന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോട് കൂടെയുള്ളവർ ആരെന്ന് ചോദിച്ചതിന് ദൈവമടിയന് നൽകിയിരിക്കുന്ന മക്കളെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ലേയായും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ഒടുവിൽ യോസേഫും റാഹേലും അടുത്തു വന്ന് നമസ്കരിച്ചു. ഞാൻ വഴിക്ക് കണ്ട കൂട്ടമൊക്കെയും എന്തിനെന്ന് അവൻ ചോദിച്ചതിന് യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നുവെന്ന് അവൻ പറഞ്ഞു. അതിന് ഏശാവ്, സഹോദര, എനിക്ക് വേണ്ടുന്നതുണ്ട്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുകയും നിനക്കെന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ. ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളം ഉണ്ടെന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവനത് വാങ്ങി. പിന്നെ അവൻ, നാം പ്രയാണം ചെയ്തു പോകാം, ഞാൻ നിനക്ക് മുൻപായി നടക്കാമെന്ന് പറഞ്ഞു. അതിന് അവൻ അവനോട്, കുട്ടികൾ നന്നായി ഇളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെയുണ്ടെന്നും യജമാൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യജമാനൻ അടിയന് മുൻപായി പോയാലും എൻ്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്ക് ഒത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സെയീരിൽ യജമാനടുക്കൽ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു. എൻ്റെ ആളുകളിൽ ചിലരെ ഞാൻ നിൻ്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞതിന്, എന്തിന്, യജമാനൻ്റെ കൃപയുണ്ടായാൽ മതിയെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഏശാവ് വന്ന് തൻ്റെ വഴിക്ക് സെയീരിലേക്ക് മടങ്ങിപ്പോയി. യാക്കോബോ സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു. തനിക്കൊരു വീട് പണിതു. കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കിട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്തെന്ന് പേർ പറയുന്നു. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശേഖമിൻ്റെ അപ്പനായ ഹമോറിൻ്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ അവനൊരു യാഗപീഠം പണിത് അതിന് ഏൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു. അധ്യായം 34. ലെയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകുമാരെ കാണുവാൻ പോയി. എന്നാറെ ഹിവ്വനായ ഹമോറിൻ്റെ മകനായി ദേശത്തിൻ്റെ പ്രഭുവായ ശേഖം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ച് അവൾക്ക് പോരായ്ക വരുത്തി. അവൻ്റെ ഉള്ളം യാക്കോബിൻ്റെ മകളായ ദീനായോട് പറ്റിച്ചേർന്നു. അവൻ ബാലയെ സ്നേഹിച്ചു. ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു. ശേഖം തൻ്റെ അപ്പനായ ഹമോറിനോട്, ഈ ബാലയെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. തൻ്റെ മകളായ ദീനായെ അവൻ വഷളാക്കിയെന്ന് യാക്കോബ് കേട്ടു. അവൻ്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിലായിരുന്നു. അവർ വരുവോളം യാക്കോബ് മിണ്ടാതിരുന്നു. ശേഖമിൻ്റെ അപ്പനായ ഹമോർ യാക്കോബിനോട് സംസാരിപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. യാക്കോബിൻ്റെ പുത്രന്മാർ വസ്തുത കേട്ടു വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിൻ്റെ മകളോടുകൂടെ ശയിച്ചു. അങ്ങനെ അരുതാത്ത കാര്യം ചെയ്തു. ഇസ്രായേൽ വർഷത്തം പ്രവർത്തിച്ചതുകൊണ്ട് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി മഹാകോപവും ജ്വലിച്ചു. ഹമോർ അവരോട് സംസാരിച്ചു, എൻ്റെ മകൻ ശേഖമിൻ്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു. അവളെ അവന് ഭാര്യയെ കൊടുക്കണം. നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്കെടുക്കുകയും ചെയ്യുവേൻ. നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം. ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. അതിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പേനെന്ന് പറഞ്ഞു. ശേഖമും അവളുടെ അപ്പനോടും സഹോദരന്മാരോടും, നിങ്ങൾക്ക് എന്നോട് കൃപ തോന്നിയാൽ നിങ്ങൾ പറയുന്നത് ഞാൻ തരാം. എന്നോട് സ്ത്രീധനവും ദാനവും എത്രയെങ്കിലും ചോദിപ്പേൻ, നിങ്ങൾ പറയും പോലെ ഞാൻ തരാം. ബാലയെ എനിക്ക് ഭാര്യയായിട്ട് തരണമെന്ന് പറഞ്ഞു. തങ്ങളുടെ സഹോദരിയായ ദീനായെ ഇവൻ വഷളാക്കിയത് കൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാർ ശേഖമിനോടും അവൻ്റെ അപ്പനായ ഹമോറിനോടും സംസാരിച്ച് കപടമായ ഉത്തരം പറഞ്ഞത്, ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് പാടുള്ളതല്ല. അത് ഞങ്ങൾക്ക് അപമാനമാവുന്നു. എങ്കിലും ഒന്ന് ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം. നിങ്ങളുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റു നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങളെടുക്കുകയും നിങ്ങളോടുകൂടെ പാർത്ത് ഒരു ജനമായി തീരുകയും ചെയ്യാം. പരിച്ഛേദന ഏൽക്കുന്നതിൽ ഞങ്ങളുടെ വാക്ക് സമ്മതിക്കാഞ്ഞാലോ ഞങ്ങൾ ഞങ്ങളുടെ ബാലയെ കൂട്ടിക്കൊണ്ടുപോരും. അവരുടെ വാക്ക് ഹമോറിനും ഹമോറിൻ്റെ മകനായ ശേഖമിനും ബോധിച്ചു.
ആ യൗവനക്കാരന് യാക്കോബിന് മകളോട് അനുരാഗം വർദ്ധിച്ചതുകൊണ്ട് അവൻ ആ കാര്യം നടത്തുവാൻ താമസം ചെയ്തില്ല. അവൻ തൻ്റെ പിതൃഭവനത്തിൽ എല്ലാവരിലും ശ്രേഷ്ഠനായിരുന്നു. അങ്ങനെ ഹമോരും അവൻ്റെ മകനായ ശേഖമും തങ്ങളുടെ പട്ടണ ഗോപുരത്തിങ്കൽ ചെന്നു പട്ടണത്തിലെ പുരുഷന്മാരോട് സംസാരിച്ചു, ഈ മനുഷ്യർ നമ്മോട് സമാധാനമായിരിക്കുന്നു, അതുകൊണ്ട് അവർ ദേശത്ത് പാർത്ത് വ്യാപാരം ചെയ്യട്ടെ. അവർക്ക് നമുക്ക് മതിയാകും വണ്ണം ദേശം വിസ്താരമുള്ളതല്ലോ. അവരുടെ സ്ത്രീകളെ നാം വിവാഹം കഴിക്കുകയും നമ്മുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുകയും ചെയ്യുക. എങ്കിലും അവർ പരിച്ഛേദനയുള്ളവരായിരിക്കും പോലെ നമ്മളുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റാൽ മാത്രമേ അവർ നമ്മോടുകൂടെ പാർത്ത് ഒരു ജനമായിരിക്കാൻ സമ്മതിക്കുകയുള്ളൂ. അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്കാകെ ഇല്ലയോ? അവർ പറയും വണ്ണം സമ്മതിച്ചാൽ മതി, എന്നാൽ അവർ നമ്മോട് കൂടെ പാർക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹമോറിൻ്റെ പട്ടണക്കാരെല്ലാവരും അവൻ്റെയും മകൻ ശേഖമിൻ്റെയും വാക്ക് കേട്ടു. പട്ടണക്കാരിൽ ആണെല്ലാം പരിച്ഛേദനയേറ്റു. 3-ാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ 2 പുത്രന്മാരായി ദീനായുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താന്താൻ്റെ വാളെടുത്തു നിർഭയമായിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണ്ണിയൊക്കെയും കൊന്നുകളഞ്ഞു. അവർ ഹമോരിനെയും അവൻ്റെ മകനായ ശേഖമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നു. ദീനായ ശേഖമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നെ യാക്കോബിൻ്റെ പുത്രന്മാർ നിഹതന്മാരുടെ ചെന്നു തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയത് കൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു. അവർ അവരുടെ ആട്, കന്നുകാലി, കഴുത എങ്ങനെ പട്ടണത്തിലും വെളിയിലും ഉള്ളവയൊക്കെയും അപഹരിച്ചു. അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി. വീടുകളുള്ളതൊക്കെയും കൊള്ളയിട്ടു. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും, ഈ ദേശവാസികളായ കനാന്യരുടെയും പെരീസരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാട്ടിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനവർ, ഞങ്ങളുടെ സഹോദരിയോട് അവനൊരു വേശ്യയോടെന്ന പോലെ പെരുമാറാമോ എന്ന് പറഞ്ഞു. അധ്യായം 35. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേതേൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവേൻ. നാം പുറപ്പെട്ട് ബേതേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടകാലത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും വരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബേതേലിലെത്തി. അവിടെ അവനൊരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരന് മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽ ബേതേൽ എന്ന് പേർ വിളിച്ചു. റിബേക്കായുടെ ധാത്രിയായ ദെബോറ മരിച്ചു. അവളെ ബേതലിൻ്റെ താഴെ ഒരു കരുവേലകത്തിൻ കീഴിൽ അടക്കി. അതിന് അല്ലോൻ ഭാഗൂത്ത് വിലാപവൃക്ഷമെന്ന് പേരിട്ടു. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ച് അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു. നീ സന്താനപുഷ്ടിയുള്ളതിനെ പെരുക. ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. ഞാൻ അബ്രഹാമിനും ഇസാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അവനോട് സംസാരിച്ച സ്ഥലത്ത് നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി. അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി. അതിന്മേൽ ഒരു പാനീയാഗമൊഴിച്ച് എണ്ണയും പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേതേൽ എന്ന് പേരിട്ടു. അവർ ബേതേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദന ഉണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട്, ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവൻ്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബെത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അവളുടെ കളറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അത് റാഹേലിൻ്റെ കളർ തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു. പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ടു. ഏദേർ ഗോപുരത്തിനപ്പുറം കൂടാരമടിച്ചു. ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂബേൻ ചെന്ന് തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടയായ ബിൽഹായോട് കൂടെ ശയിച്ചു. ഇസ്രായേൽ അത് കേട്ടു. യാക്കോബിൻ്റെ പുത്രന്മാർ 12 പേരായിരുന്നു. ലേയായുടെ പുത്രന്മാർ യാക്കോബിൻ്റെ ആദ്യജാതൻ രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസാക്കർ, സെബൂലൂൻ. റാഹേലിൻ്റെ പുത്രന്മാർ യോസേഫും ബെന്യാമീനും. റാഹേലിൻ്റെ ദാസിയായ ബിൽഹായുടെ പുത്രന്മാർ ദാനും നഫ്താലിയും. ലേയായുടെ ദാസിയായ സിൽപ്പായുടെ പുത്രന്മാർ ഗാദും ആശേരും. ഇവർ യാക്കോബിന് പദ്ദൻഅരാമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ.
പിന്നെ യാക്കോബ് കിര്യത്തർബ എന്ന മമ്രയിൽ തൻ്റെ അപ്പനായ ഇസാക്കിനടുക്കൽ വന്നു. അബ്രാമും ഇസാഖും പാർത്തിരുന്ന ഹെബ്രോൻ ഇത് തന്നെ. ഇസാഖിൻ്റെ ആയുസ് 180 സംവത്സരമായിരുന്നു. ഇസാഖ് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ചു. തൻ്റെ ജനത്തോട് ചേർന്നു. അവൻ്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു.